പൊന്നാനി ചെറുവായിക്കര ശിവക്ഷേത്രത്തിൽ വഴിപാട് നടത്തിപ്പിൽ വ്യാപക ക്രമക്കേട് നടന്നതായി അന്വേഷണ റിപ്പോർട്ട്. സംഭവത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ എൻ ഉണ്ണികൃഷ്ണന് ഭരണ ചുമതല നൽകി ദേവസ്വം ബോർഡ് മലപ്പുറം അസിസ്റ്റന്റ് കമ്മീഷണർ ഉത്തരവിറക്കി. ക്ഷേത്രത്തിൽ താൽക്കാലികമായി നിയമനം ലഭിച്ച ക്ലർക്കിന്റെ നേതൃത്വത്തിലാണ് സാമ്പത്തിക ക്രമക്കേട് നടത്തിയതെന്ന് നിലവിലെ ചെയർമാൻ സുധാകരൻ കൈപ്പട പൊന്നാനിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വഴിപാട് എണ്ണയിൽ ക്രമക്കേട് ബോധ്യപ്പെട്ടതോടെ ചെയർമാൻ എന്ന നിലയിൽ ദേവസ്വം ബോർഡിന് പരാതി നൽകുകയും താൽക്കാലിക ക്ലർക്കിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ചെയർമാന്റെ അധികാരത്തെ മറികടന്ന് അവരെ വീണ്ടും ട്രസ്റ്റി ബോർഡിന്റെ ഭൂരിപക്ഷം ഉപയോഗിച്ച് തിരിച്ചെടുക്കുകയായിരുന്നു. ദേവസ്വം ബോർഡിന് നൽകിയ പരാതിയിൽ ഇൻസ്പെക്ടർ അന്വേഷണം നടത്തി ക്രമക്കേട് നടന്നതായി ബോധ്യപ്പെട്ടു. കൃത്യമായ കണക്കുകൾ സൂക്ഷിച്ചതായി കാണാൻ കഴിഞ്ഞില്ലെന്നും ഭരണസമിതി തികഞ്ഞ അലംഭാവം കാണിച്ചതായും ട്രസ്റ്റി ബോർഡിന്റെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടെന്നും ക്ഷേത്ര ഭരണ ചുമതല എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കൈമാറണമെന്നും കാണിച്ച് റിപ്പോർട്ട് നൽകി. തുടർന്നാണ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നടപടി. ചെറുവായിക്കര ശിവക്ഷേത്രത്തിൽ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഡി ഗ്രേഡ് ക്ഷേത്രമാണ് ചെറുവായിക്കര ശിവക്ഷേത്രം. അതിൽ അവിടുത്തെ താൽക്കാലിക ക്ലർക്ക് നടത്തുന്ന ഒരു സാമ്പത്തിക ക്രമക്കേട് എൻ്റെ ശ്രദ്ധയിൽപ്പെടുണ്ടായി. അത് ഞാൻ അവിടുത്തെ ട്രസ്റ്റ് ബോർഡ് അംഗങ്ങളെയും ദേവസ്വം ക്ഷേത്രത്തിൻ്റെ ആഘോഷ കമ്മിറ്റി അംഗങ്ങളെയും അറിയിച്ചപ്പോൾ അവരിൽ നിന്ന തീരുമാനപ്രകാരം ഈ കുട്ടിയെ പുറത്താക്കണം, താൽക്കാലികമായിട്ട് പുറത്താക്കണം എന്ന് തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ കുട്ടിയുടെ ഒരു മാസം ലീവിന് പോകാനും അതിനോട് അവരുടെ രേഖകൾ ഹാജരാക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു നിർഭാഗ്യവശാൽ ചില ആളുകളെ രംഗപ്രവേശനം നടത്തുകയും എടുത്ത തീരുമാനം ഞാൻ ആ കുട്ടിയെ ഒരു മാസത്തേക്ക് മാറ്റിയെടുത്ത കുട്ടിയെ ഇവർ നിർബന്ധപൂർവ്വം തിരിച്ചെടുക്കുകയും എനിക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും എനിക്കെതിരെ വധഭീഷണിയും ആയിട്ട് രംഗത്ത് വരികയുണ്ടായത്. ഞാൻ മലബാർ ദേവസ്വം ബോർഡിന് ഞാൻ 8/8/2020 രേഖാമൂലം പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഗുരുവായൂർ ഡിവിഷൻ ഇൻസ്പെക്ടർ അന്വേഷണം വരും. ആദ്യഘട്ടത്തിൽ വന്നപ്പോൾ ഒരു രേഖയും ഇവർ കൊടുക്കാതെ, ഒരു ചാവി പോലും കൊടുക്കാതെ തിരിച്ചയച്ചു. അടുത്ത ദിവസം അദ്ദേഹം ഡേറ്റ് പറഞ്ഞ് വന്നിട്ട് നോക്കുമ്പോൾ ഓഫീസിൽ ഒരു രേഖയും ദേവസ്വം ബോർഡ് ക്ഷേത്രത്തെ സംബന്ധിച്ചിട്ടുള്ള ദേവസ്വം ബോർഡിൻ്റെ ഒരു രേഖയും അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും അടിച്ചു മാറ്റിയിരുന്നു. പിന്നെ ആ രേഖ കൊടുത്തതിൻ്റെ പ്രകാരമാണ് തന്ന ലിസ്റ്റാണിത്. എനിക്ക് മലബാർ ദേവസ്വം ബോർഡ് തന്ന റിപ്പോർട്ടാണിത്. ഇതിൽ ക്ഷേത്രത്തിലെ ക്ഷേത്ര വഴിപാടിൽ ക്രമക്കേട് നടത്തുന്നുണ്ടെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തന്നെയല്ല ഓഫീസിൻ്റെ അടുത്ത് രേഖകളൊന്നും കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ കുട്ടിയെ അവിടെ നീക്കം ചെയ്യാൻ പലവട്ടം ആവശ്യപ്പെട്ടിട്ടും ഇവർ തയ്യാറായില്ല. തന്നെയല്ല ഇപ്പം എനിക്ക് പച്ചയ്ക്ക് കത്തിക്കും, കൈവെട്ടും, കാലുവെട്ടും എന്നുള്ള ഭീഷണിയൊക്കെ കുടുംബസമേതം പച്ചയ്ക്ക് കത്തിക്കാനുള്ള ഭീഷണിയൊക്കെയാണ് നിലവിലുള്ളത്. അവിടെ ഈ അവസ്ഥയിൽ എനിക്ക് ജീവിക്കാൻ വലിയ പ്രയാസമുണ്ട്. അതിന് ഈ ഭീഷണിപ്പെടുത്തി വന്നിട്ടുള്ളത് കളരിക്കൽ ഷാജി എന്ന വ്യക്തിയാണ്. അയാളാണ് ഇതിന് നിൽക്കുന്നത്. അവിടെ ഈ താൽക്കാലിക ക്ലർക്ക് തന്നെ കുട്ടി അവിടെ ഞാൻ തന്നെ നേരത്തെ ശുപാർശ ഇട്ട് അവിടെ ജോലി ചെയ്ത കുട്ടിയാണ്. പക്ഷെ അവിടെ ഈ ക്രമക്കേട് നടത്തുന്നത് എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പം അത് എനിക്ക് പറഞ്ഞാൽ നല്ല പുതിയ ആരോപണം കൊണ്ടിട്ട് അവർ രംഗത്ത് വന്നിട്ടുള്ളത്. പുതിയ ആരോപണം വെച്ചാൽ ഞാനാണ് അവിടെ ക്രമക്കേട് നടത്തുന്നത്, ഞാനാണ് അവിടുത്തെ വഴിപാട് ഇനത്തിൽ ക്രമക്കേട് നടത്താനുള്ള ആരോപണം വന്നതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ പത്രസമ്മേളനം വിളിച്ചിട്ട് നിങ്ങളുടെ മുന്നിൽ അറിയിക്കുന്നത്. ഒന്നാമത്തെ ചെയ്യണത് ഇവരുടെ മൊബൈലിൽ കൂടെ, ഇവരുടെ GPay അക്കൗണ്ടിൽ കൂടെയാണ് പണം വരുന്നത്. അതിന് ഞാൻ BSNL സിം എടുത്ത് കൊടുത്താൽ QR കോഡ് ധനലക്ഷ്മി ബാങ്കിന്റെ QR കോഡ് ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിക്കുന്നില്ല. പിന്നെ BSNL സിം കാർഡ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ചിരുന്നില്ല. അവരെ അക്കൗണ്ടിൽ കൂടി തന്നെയാണ് ഈ വഴിപാട് പണം വന്നിരുന്നത്. അവരെ മൊബൈൽ കൂടി തന്നെയാണ് ഈ ഇതിലേക്ക് എന്തിന് അത് കൊടുക്കുക. അവരിപ്പോ നിങ്ങളൊരു വഴിപാട് ചെയ്താൽ നിങ്ങൾക്ക് തരുന്നത് ഒരു ലൈക്ക് ആയിരിക്കും. രസീത് കൊടുക്കണ്ടേ? അതിനൊരു ലൈക്കാണ് ഇവിടെ സാധനം കൊടുക്കാറ്. അപ്പൊ പരാതി എന്നോട് പലരും പരാതി പറയായിരുന്നു. അപ്പൊ അവിടെ പേര് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ എന്റെ സംശയം തോന്നുന്നു. എന്നോട് പലരും പരാതി പറഞ്ഞു. ഞങ്ങള് ഒരു അകടനാമത്തിന് വഴിപാട് കൊടുത്തിട്ട് 300 രൂപ മറ്റും വഴിപാട് കൊടുത്തിട്ട് അതിന് എനിക്ക് ഒരു ലൈക്കാണ് കിട്ടിയത്. എനിക്ക് അതിന്റെ ഞാൻ കൊടുത്ത പൈസക്കുള്ള റെസിപ്റ്റ് ഇല്ലാന്ന് ഒരാൾ പരാതി പറഞ്ഞു. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് അത് ഈ ജൂൺ മാസം 2025 ജൂൺ മാസം. ഈ 2000 ജൂൺ മാസത്തിൽ തന്നെ തൊട്ട് മുമ്പാണ് അവിടെ വഴിപാട് നടക്കുന്നത് എൻ്റെ ശ്രദ്ധയപ്പെട്ടത്. അപ്പൊ എൻ്റെ ഒരു സുഹൃത്തിന്റെ അമ്മ തന്നെയാണ് ഞാൻ തൊഴുതിറങ്ങുമ്പോൾ, ക്ഷേത്രത്തിൽ ഞാൻ തൊഴുതിറങ്ങുമ്പോൾ ഈ അമ്മ ഈ വെളിച്ചെണ്ണ ഒരു കോടത്തിലുള്ള വെളിച്ചെണ്ണ എണ്ണയാണ്. ആ എണ്ണയുടെ ഉള്ളിൽ കയറുണ്ടായിരുന്നു. അപ്പൊ അവരുടെ അടുത്ത് റെസിപ്റ്റ് കണ്ടില്ല. ഞാൻ ചോദിച്ചോട്ടെ റെസിപ്റ്റിയുടെ വശപ്പാൻ പൈസ അവിടെ കൊടുക്കുന്നുണ്ട്, പിന്നെ എണ്ണ എനിക്ക് തരുന്നുണ്ട്, ബില്ല് തരാറില്ല എന്നാണ്.
അപ്പൊ ഇതിന്റെ കൂടെ തന്നെ അവിടെ ഒരു ചേച്ചി ഉണ്ട്. അപ്പൊ ക്ഷേത്രം മേൽശാന്തി ഇത് ചോദിക്കൂലേ ഉള്ളിലേക്ക് കൗണ്ടർ ഇല്ല, അത് വേണമെങ്കിൽ വെച്ചാൽ അത് വേണ്ടെങ്കിൽ വെക്കണ്ട. അവിടെ ആ പാത്രത്തിൽ എണ്ണ വെച്ചാൽ അത് അദ്ദേഹം ചോദിച്ചോളുന്നില്ല. അപ്പൊ ഞാൻ അടുത്തൊരു ചേച്ചി ഉണ്ടായിരുന്നു, അവിടെ പ്രമുഖ ചേച്ചി, വീട്ടിലെ ചേച്ചിയാണ്. ആ ചേച്ചിയോട് ഞാൻ ചോദിച്ചു, അവരിതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ചോദിച്ചു, സുധാകരൻ ഞാൻ എണ്ണ വാങ്ങിയ പൈസ കൊടുക്കാതെ എണ്ണ വാങ്ങാറില്ല, ഞാൻ പൈസ കൊടുത്താണ് എണ്ണ വാങ്ങണമെന്ന് പറഞ്ഞു. അപ്പൊ ക്ഷേത്രത്തിൽ ഈ ഓഫീസിന്റെ അടുത്താണ് എണ്ണ എടുത്ത് കൊടുക്കുന്നത്. അപ്പൊ ഈ ജൂൺ 4 പ്രതിഷ്ഠ, അതിനാണ് ഞാൻ ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിട്ടുണ്ട്. ഓരോ മാസം എത്ര എണ്ണ വന്നിട്ടുള്ള ഡീറ്റെയിൽസ് എന്റെ കയ്യിലുണ്ട്. ഞാനത് ഒരു കുട്ടിയുടെ സഹായത്തോടെ ഇത് കമ്പ്യൂട്ടറിൽ എടുത്തിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പരമാവധി ദിവസം കൂടെ തന്ന റിപ്പോർട്ടുമാണ്. അപ്പൊ ഈ ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, സുധാകരൻ ഒരു മാസം 10-25 എണ്ണ വഴിപാട് ഞാൻ ചെയ്യുന്നുണ്ട്, അതുപോലെ പൈസ കൊടുത്താലും ചെയ്യുന്നത്, ഞാൻ പൈസ കൊടുക്കാനും ചെയ്യാറില്ല എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ ഞാൻ ഈ കമ്പ്യൂട്ടറിൽ നോക്കിയപ്പോൾ ഈ ചേച്ചിയുടെ വഴിപാട് 15 മാസത്തേക്ക്, ഒരു മാസം 20 എണ്ണത്തിൽ കൂടുതൽ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഈ ചേച്ചിയുടെ വഴിപാട് 15 മാസത്തേക്ക് വെറും 17 എണ്ണമാണ്. ട്രാൻസാക്ഷൻ എങ്ങനെ നടത്തേണ്ടത്? ട്രാൻസാക്ഷൻ അവർ ഡയറക്റ്റ് കേസ് കൊടുക്കണം, പക്ഷെ അതിന് റെസിപ്റ്റ് കൊടുക്കണില്ല. അതിന് രസീത് കൊടുത്തെങ്കിലല്ലേ അവരുടെ ക്ഷേത്രത്തിലേക്ക് വരുമാനം വരുള്ളൂ. ആ രസീത് കൊടുത്തെങ്കിൽ ഈ കമ്പ്യൂട്ടറിൽ പ്രിന്റ് കാണുമല്ലോ, അതിന് ഇത് കാണുമല്ലോ, രേഖ കാണുമല്ലോ. ഞാൻ 15 മാസത്തെ കോപ്പി ഞാൻ അതിന് ഡൗൺലോഡ് ചെയ്തെടുത്തപ്പോൾ വെറും 104 എണ്ണ വഴിപാടാണ് വന്നിട്ടുള്ളത്. 104 എണ്ണം. ഒരു മാസം 50 മേലെ 60 ഇടയ്ക്ക് വരേണ്ട വഴിപാടാണിത്. അതിൽ വേറൊരു വലിയ വിരോധാഭാസം പറഞ്ഞാല് പിന്നെ പ്രധാന വിശേഷ ദിവസങ്ങളുണ്ട്. ആ വിശേഷ ദിവസങ്ങളിൽ പോലും ഇപ്പൊ ഈ കഴിഞ്ഞ ജൂൺ 4 പ്രതിഷ്ഠാദിനായിരുന്നു. ആ പ്രതിഷ്ഠാദിന് പോലും ഒറ്റ എണ്ണ വഴിപാടില്ല. ഈ ശിവരാത്രിക്ക് ഒരു എണ്ണ വഴിപാടായിട്ട് വന്നിട്ടുള്ളത്. ഒരെണ്ണ വന്നാൽ പോരാ, ഒത്തിരി കാണണം. പക്ഷെ അത്രയും കുറച്ചാണ് അവർ രേഖപ്പെടുത്തുന്നത്. ക്രമക്കേട് കണ്ടെത്തുകയും ദേവസ്വം ബോർഡിന് പരാതി നൽകുകയും ചെയ്തതോടെ ഭീഷണി നേരിടുന്നതായും സുധാകരൻ കൈപ്പട പറഞ്ഞു. തന്റെ കാലാവധി തീരുന്നതിനു മുൻപ് സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുന്നതിനാണ് വാർത്താ സമ്മേളനം വിളിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു.